ഹലോ, രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ? അതെ. ഞാൻ അയ്മുട്ടി. ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്നെ? എവിടെ നിന്നല്ലേ? കൊല്ലത്രയായി കണ്ടിട്ട്. നിങ്ങളുടെ അച്ഛന്റെ കുടിയാനായിരുന്നു നമ്മുടെ ബാപ്പ. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടാന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു. 10 വർഷമായിട്ട് സലാലയിലാ. ഇനി പോണില്ല. ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാ. ബാപ്പയുടെ പേരെന്താ പറഞ്ഞത്? കുഞ്ഞിമായൻ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര പേരാ. ചീത്തപ്പേരാ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ്. നല്ല ഡോക്ടർമാരില്ല. നേര് പറഞ്ഞ തമ്പിസാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി. ഇതാര് പറഞ്ഞു? ആരാ പറയാത്തത്? ആകെ ഉണ്ടായിരുന്നൊരു ഡോക്ടറും സ്ഥലം വിട്ടോ? അത് പറഞ്ഞോ? അറിഞ്ഞു. പുതിയ ഡോക്ടറെ കിട്ടിയോ? ഇല്ല. ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി. അയ്യോ. നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട്. കഷ്ടം. AVM ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസലുണ്ട്. മിടുക്കനാ. പക്ഷെ അയാൾ വരില്ല. പിന്നെ ഒരു ഡോക്ടർ പരിധുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളമൊന്നും ഒരു പ്രശ്നമേ അല്ല. കോന്നിയിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എളാപ്പാന്റെ മുന്നിൽ ഒരു ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണത്. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ചെറുക്കനോട് 3-ാം ദിവസം ഡോക്ടർ ഓടാൻ പറഞ്ഞു. ചെറുക്കനോടി. കുറച്ചു ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. മൂപ്പര് വരുമോന്നറിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അയാളെ തരപ്പെടുത്തി തന്നാൽ അയ്മോട്ടേക്ക് പുണ്യം കിട്ടും. സമാധാനപ്പെട്. നമ്മൾ ഏറ്റിരിക്കണ്. തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുവാ. കോന്നിയിലെ ഡോക്ടറെ കിട്ടണമെന്ന് പഠിച്ചോന്നാണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളി. പറ്റാൽ ഇപ്പൊ തന്നെ നമ്മൾ റെസ്റ്റ് വിളിച്ചു നോക്കട്ടെ. ബൂത്ത് എവിടെയാണാവും? പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി 10:45. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റല്ലേ ഉള്ളൂ മഹാദേവ. അതെ. ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കയറിയിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹയുണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ആയതല്ലേ ഉള്ളൂ. അതിനു മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ ഒരു കാര്യം ചെയ്യും, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട. അമ്മാവൻ എന്റെ അമ്മാവനല്ലേ. അമ്മാവൻ മുൻകൈ എടുക്കണ്ടേ എല്ലാ കാര്യത്തിനും? എടാ, ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ? ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ. അന്നടിച്ച അടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്കൊന്നും പോയി നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ടാ. എങ്കിൽ ആ ജ്യോത്സ്യനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ. ഇത് ഞാനാ. നീയായിരുന്നോ? പുതിയ ഡോക്ടർ വന്നോ? വേലായുധ? ഒരുത്തിനും വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല. ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേലായുധ? അത് ശരി. അപ്പൊ അവരെ പേടിച്ചൊളിച്ചതാണല്ലേ? ആസ്മി ബന്ധുവൊക്കെ ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ? പോകുന്ന പോക്കില് അവരെന്നും തല്ലി. സാരമില്ല. ഈ മാസം നിനക്ക് 10 രൂപ അധികം ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ? ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത്. പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. അമ്മ ഇത് കാറ് വരുന്നു. അത് ഡോക്ടറെ ഇത് പടക്കാണ്. ഡോക്ടർ ഇറങ്ങി വരുമ്പോ കൊടുത്തോളാം. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പടക്കമാണ്, പടക്കം. പടക്കോണാ? അതെ. നമ്മൾ വിചാരിച്ചു വെടിവെപ്പാണെന്ന്. എന്താ വിശ്വ ദീപാവലിയ? രണ്ടുമല്ല, ഡോക്ടർക്ക് സ്വീകരണം. അമ്മാവ, അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ വന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്. ഇതെന്താ, ആശുപത്രിയോ പൂരപ്പറമ്പോ?
ഇത് ആശുപത്രി. പൂരപ്പറമ്പ് 1 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് പോണോ സാർ? ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുതകളോ? അമ്മാവനാണ് സാർ. അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്ക്. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയാൽ ആര് സമാധാനം പറയും? പേടിക്കാനില്ല സാർ, ഇവിടെ ആംബുലൻസ് ഉണ്ട്. ഇതെന്താ പിള്ളേര് കളിയാ? അയ്മുട്ടി, ഓ. വണ്ടി കയറ്, നമുക്ക് പോവാം. ഡോക്ടർ, ഒരു അബദ്ധം. ഡോക്ടർ സ്വീകരിക്കാനുള്ള ആ ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ വന്ന് കാല് പിടിച്ചപ്പം ഒന്നും ആലോചിക്കാതെ കേറിപ്പോന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ചുമ്മാതാണോ നല്ല ഡോക്ടർമാരൊന്നും ഇവിടെ സ്ഥിരമായി നിൽക്കാത്തത്? പടക്കം വേണ്ട, പടക്കം വേണ്ട എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഡോക്ടർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അകത്ത് കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. അകത്തോട്ട് വന്നാട്ടെ. വിഡ്ഢികളുടെ ഭരണം ഞാൻ അനുവദിക്കില്ല, കേട്ടല്ലോ? അതിന് ഉദ്യോഗസ്ഥനായാലും ശരി, ഉടമസ്ഥനായാലും ശരി. എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാം ഡോക്ടർ പറയും പോലെ. അകത്തോട്ട് വന്നാട്ടെ, കറിയട്ടെ. ഓക്കെ. എന്തായി കൊടിയും തോരണമൊക്കെ? ആദ്യം അതഴിച്ചു മാറ്റി. അതേ, ക്ഷമിക്കണം, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. എന്നെ ഒരുത്തൻ ഓർത്തിട്ടാ ഡോക്ടർ സ്ഥലം വിടാതിരുന്നത്. ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സോറി അമ്മൂട്ടി, സോറി. അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ? താമസിക്കാൻ നല്ല 1-ാം തരം ക്വാർട്ടേഴ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാറും ഡ്രൈവറും. പിന്നെ ശമ്പളം ശകലം കൂടിപ്പോയില്ലേ എന്ന്. അമ്മാവ, തീരുമാനിച്ച് കഴിഞ്ഞ ശമ്പളത്തെ പറ്റി ഇനി ചർച്ച വേണ്ട. ഡോക്ടറുടെ വീട് പണി നടക്കുക. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് നല്ലതാ. 1 വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. 1 or 2 വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ. മഹാദേവ, ഒന്നീ വന്നേ. നടന്നേ. എന്താ അമ്മാവ? ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട. അത് അമ്മൂട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടാ, എന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഇവിടെ പേരെടുക്കാൻ പറ്റില്ലെന്ന് വെക്കുക. നമ്മളെ പറഞ്ഞു വിടും. ചിലപ്പോൾ തന്നെ താൻ പോയെന്നും വരും. രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ. അല്ലമ്മാവ, മനസ്സിലായി. നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല. തരാന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കും. അപ്പൊ രണ്ടിലൊന്നും അറിയാമല്ലോ. ഏത്? അത് ശരിയാണ്. അപ്പൊ നടക്ക്, നമുക്ക് സംസാരിക്കാം. സിസ്റ്റർ, സിസ്റ്റർ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? സോറി സാർ, കുഞ്ഞുണ്ണി ഇന്ന് വല്ലാത്ത ശീലക്കേടിലായിരുന്നു. അത് പുതിയ സംഭവം അല്ലല്ലോ. പുതിയ ഡോക്ടർ ചാർജ് എടുക്കുന്ന നിന്നെങ്കിലും കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഡോക്ടർ വന്നോ സാർ? ഡോക്ടർ വന്നിട്ടില്ല. അങ്ങോട്ട് അകത്തോട്ട് ചെന്നോ, കിട്ടുന്നത് വാങ്ങിച്ചോ. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മണ്ണുണ്ണിയൊന്നും അല്ല, പുലിയാ, പുലി. അയ്യോ എന്റെ ഈശ്വരാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളെ കൊണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടൻ. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ഇല്ല. ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് ഉണ്ട്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തെഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ?
രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. അയ്യേ, ഇതെന്താ ഇങ്ങനൊരു വേഷം? ആ, ഓ, ഓ, അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. അതെന്തിനാ? മാറ്റണം, മാറ്റാം. അമ്മ അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. ആ. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല, മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ 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 അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ? ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളവാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീവാലി ചാവാലി ദിൽബലീഹും. ദിൽപലിഹും ദുൽഹനിയ ലേ ജായെങ്ക, അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയോ നിനക്ക്? അറിയില്ല. ആ, ഇതാ നിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, ആ അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. ആ അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല. ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട. അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടേച്ചുവാ. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ് കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കണം. കൊടുക്കാം. ഓ, നിങ്ങൾ രണ്ടുപേരും അമ്മാവ ഹൗസ്ഫുൾ. ഓ, പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ? അവസാനമായിട്ടല്ലോ. അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്? ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. It's my ഓക്കെ pleasure. ഓക്കെ ഓക്കെ. ഭക്ഷണം വിളമ്പി ഞാൻ വെച്ചായിരുന്നു. കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ. എടാ, ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാ നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തേന്ന് വല്ലോ കഴിക്കട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ? എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്ത് നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതേ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പിടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടതല്ല, നിന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചേനെ.
ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ? സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ. അപ്പോൾ പല്ലികൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല. സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു. പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവാ, അമ്മാവാ. സാർ, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ? എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ? അത് അതൊക്കെ ഉണ്ടോ. താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ. അമ്മാവാ, അയ്യോ, നീയായിരുന്നോ? എനിക്ക് നിലക്കണ്ട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനിയെ അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവരും കണ്ടാ എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയടാ മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ ആ പ്രമാണം എന്റെ കയ്യിൽ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ടെന്റെ നെഞ്ച് തകർന്നു പോയടാ. ഇനിയിപ്പോ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതലും പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ, നമുക്ക് വേറെ കേട്ടാം. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എന്താ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ, അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. അത്ര ഡോക്ടർ, ഡോക്ടർ പ്ലീസ്, ഡോക്ടർ, ഡോക്ടർ